നമസ്കാരം. ACV ന്യൂസിൻ്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ സമിതി പ്രസിഡന്റ് ശ്രീ ഏലിയാസ് ജോൺ. സ്വാഗതം ശ്രീ ഏലിയാസ്. ഈ വിഴിഞ്ഞത്തിന് എന്താ ഇങ്ങനൊരു ദുർവിധി സംഭവിച്ചിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് ദുർവിധിയാണോ, മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന വിധികളാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഇത് ഒന്ന്, ജനങ്ങൾക്കിതിൻ്റെ പൂർണ്ണമായ ഒരു വ്യാപ്തി ജനങ്ങൾക്കോ ഭരണാധികാരികൾക്കോ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മനസ്സിലാവുകയാണെങ്കിൽ വിജയനാഥ് ഉൾപ്പെടെ നാളെ മുതൽ ഈ പദ്ധതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും. ഇത് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതുമല്ല. ഇതൊരു വലിയ ഒരു ആഗോള, ഞാൻ പലരോടും പറയും, ലോകത്തിൻ്റെ ഒരു ഇക്വിലിബ്രിയം തകിടം മറിക്കുന്നതാണ് വിഴിഞ്ഞം പദ്ധതി. ഒരു വല്ലാർപാടം പദ്ധതി, അല്ലെങ്കിൽ ഒരു കൊളച്ചൽ പദ്ധതി, അല്ലെങ്കിൽ ഒരു തൂത്തുക്കുടി പദ്ധതി ആണെങ്കിൽ ഇതിനു മുമ്പ് വന്നു പോകുമായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യ മഹാരാജ്യത്ത് കൃത്യം 110 വർഷങ്ങൾക്ക് മുമ്പ്, അന്നത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയില്യം മഹാരാജാവിൻ്റെ കാലത്ത് കല്ലിടാൻ ശ്രമിച്ചൊരു പദ്ധതിയാണ്. അപ്പോൾ ലോകത്ത് തന്നെ 110 വർഷം ഒരു പദ്ധതി ഭരണാധികാരികൾ, രാജഭരണം എന്ന് പറയുമ്പോൾ പിന്നെ അന്ന് എതിർപ്പില്ല, ഇതുപോലെ കോടതികളില്ല, ഒന്നുമില്ല. അന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാത്തൊരു പദ്ധതി 110 വർഷമായിട്ടിത് നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ വിധി എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത് ലോകത്തിൻ്റെ ഇക്വിലിബ്രിയത്തെ തകിടം മറിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ, ഇന്ന് ആർക്കൊക്കെയാണോ ഈ പദ്ധതിയുടെ അഭാവത്തിൽ പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും ഇതിനെതിരാണ്. അത് ജില്ലയ്ക്കകത്ത് ഉണ്ടാകാം, സംസ്ഥാനത്തിനകത്തുണ്ടാവാം, രാജ്യത്തിനകത്തുണ്ടാവാം, ലോകം മുഴുവനും ഉണ്ടാകാം. ഇതൊരു വലിയ ശക്തിയാണ്. ഈ പറയുന്ന നമ്പർ, റൈറ്റ് ഫ്രം ട്രിവാൻഡ്രം, കേരളം, ഇന്ത്യ, ലോകം, ഇത്രയും പേർ ഒരുമിച്ച് നിന്നുകൊണ്ടൊരു കാര്യം വേണ്ട എന്ന് പറയുന്നിടത്ത് ഇത് സാധിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വലിയ വെല്ലുവിളിയാണ്. അതാണ് നേരത്തെ വിജാസ് ചോദിച്ച ഈ വിധി, എന്തുകൊണ്ട് ഇങ്ങനൊരു ദുർവിധി ഉണ്ടാകുന്നത്? ദുർവിധിയല്ല, ഇത് വളരെ ശക്തമായ ഒരു എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇത് സാധിച്ചെടുക്കുവാനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സെക്രട്ടേറിയറ്റിലിരിക്കുന്നവർക്കില്ല എന്നുള്ളതാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗതികേട്. ഈ ഒരു 2000 വർഷത്തിന് മുമ്പുള്ള ഗ്രന്ഥത്തിൽ പോലും വിഴിഞ്ഞത്തിൻ തുറമുഖത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം വന്നിട്ടുള്ള ഈ രാജഭരണകാലത്തും അല്ലേ, പിന്നീട് ജനാധിപത്യ കാലത്ത് വന്നപ്പോൾ ഏതാണ്ട് ഇതെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്ത് മാത്രം പോവുകയാണ്. പക്ഷേ ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുമ്പോൾ 2 ദശകമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുകയും ഭരണാധികാരികളെ ഇതിനെപ്പറ്റി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഈ വിമാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഈ പല സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ ഈ മറ്റ് ഘടകങ്ങളാണ് പ്രതികൂലമായിട്ട് വരേണ്ടത്. ഇവിടെ മറ്റ് ഘടകങ്ങളെല്ലാം തന്നെ അനുകൂലമായിട്ട് വരികയും ടെൻഡർ നടപടിയിൽ വന്നപ്പോൾ ഇത് മുഴുവൻ തകിടം മറിയുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ ഇത് തകിടം മറിച്ചതാണോ? തീർച്ചയായിട്ടും ഇത് തകിടം മറിച്ചതാണ്. ഇതിൻ്റെ ഒരു 24 വർഷത്തെ ഹിസ്റ്ററി എനിക്ക് നേരിട്ടറിയാം. കരുണാകരൻ മന്ത്രിസഭ മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന 5 മന്ത്രിസഭകളുടെ കാലത്ത് വിഴിഞ്ഞത്തിന് വേണ്ടി എടുത്തിട്ടുള്ള സമീപനങ്ങൾ, തീരുമാനങ്ങൾ, അട്ടിമറികൾ തുടങ്ങിയതെല്ലാം ഏകദേശം അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. ഈവൻ ക്യാബിനറ്റ് മുറികളിൽ പോലും എന്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ വിസ്പറിങ് പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തികഞ്ഞ അട്ടിമറിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അട്ടിമറി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫെബ്രുവരി 20-ാം തീയതി ഒരു അട്ടിമറി സംഭവിച്ചു, മന്ത്രി ഞെട്ടി എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ മുഖ്യമന്ത്രി അത്ഭുതപ്പെടുത്തു. വാസ്തവത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഈ അട്ടിമറിയുടെ കാർമ്മികത്വത്തിന് തുടക്കം കുറിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 2013 ജനുവരി മാസം 18-ാം തീയതി ഇത് ജനങ്ങളുടെ ഉടമസ്ഥതയിൽ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നൊരു പദ്ധതിയാണ്. അതിനു മുമ്പ് നടന്ന 3 ടെൻഡറും ഒരു കരാറും. ആദ്യത്തത് ജസ്റ്റ് കുമാർ എനർജി കോർപ്പറേഷൻ ഈ പദ്ധതി കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3 ടെൻഡർ പ്രോസസ്സ്. ഈ ഇത്രയും കാലയളവിനുള്ളിൽ കേരള സർക്കാരുകൾ, ഇടതും വലതും, അവരനുഭവിച്ച സ്വകാര്യ കമ്പനികളിൽ നിന്ന് അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു തീരുമാനമെടുത്തു. ഒരു ഗവൺമെൻറ് അല്ല, LDF ഗവൺമെൻറ്റാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തെങ്കിലും അന്നത്തെ UDFനെയും ഒരു പ്രാതിനിധ്യമില്ലാത്ത BJPയും ഉൾപ്പെടെയുള്ള പാർട്ടികളെ വിളിച്ചുകൊണ്ട് ഈ സ്വകാര്യ കമ്പനികളെല്ലാം വിഴിഞ്ഞം പദ്ധതിയെ തകർക്കുന്ന നിലപാടാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു തുറന്ന ചർച്ച
അതിലവർ തീരുമാനിച്ചു ഇനി നമുക്ക് സർക്കാർ ഉടമസ്ഥതയിൽ പൊതുമേഖലയിൽ എന്ന് പറഞ്ഞാൽ KSRTC പോലെയല്ല, ഒരു നെടുമ്പാശ്ശേരി മോഡൽ അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന കൊച്ചി മെട്രോ മോഡൽ, അങ്ങനെ ഒരു മോഡലിൽ ലാൻഡ് ലോഡ്, ഈ ഷിപ്പിംഗ് സെക്ടറിൽ അതിന് പറയുന്ന ലാൻഡ് ലോഡ് മോഡൽ എന്നാണ്. ആ മോഡലിൽ ജനങ്ങളുടെ പണം ഉപയോഗിച്ച്, സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് ചെയ്യണമെന്ന് സർവകക്ഷി യോഗം തീരുമാനിക്കുന്നു. അച്യുതാനന്ദൻ സർക്കാർ അതിനുവേണ്ടി ബജറ്റിൽ പൈസ വെച്ചു തുടങ്ങി. ഇങ്ങനെ ഉമ്മൻചാണ്ടി അന്ന് പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹവും കൂടി സമ്മതിച്ച ഈ ഒരു കൺസെപ്റ്റ് ആരും അറിയാതെ ആദ്യത്തെ 2 വർഷം ഇത് ഫ്രീസറിലായിരുന്നു. 2011 മെയ്യിലാണല്ലോ തുടങ്ങുന്നത് ഈ സർക്കാർ. 2011-ലും 2012-ലും ഇത് ഫ്രീസറിലാണ് പദ്ധതി. വളരെ ചെറിയ പ്രവർത്തനങ്ങൾ ഈ എൻവയോൺമെൻറ്റ് ക്ലിയറൻസിന് വേണ്ടി നടന്നുകൊണ്ടിരുന്നു. ഒറ്റയ്ക്ക് 2013 ജനുവരി മാസം 18-ാം തീയതി ഉമ്മൻചാണ്ടി ഒറ്റയ്ക്ക് ഒരു കത്തെടുത്ത് എഴുതി, മൊണ്ടേക് സിംഗ് അലുവാലിയ ജി, ഈ പദ്ധതി PPP മോഡലായിട്ട് കേന്ദ്രം ഏറ്റെടുക്കണം. സർവകക്ഷി യോഗത്തിലെടുത്തൊരു തീരുമാനം, കുറഞ്ഞ പക്ഷം സർവകക്ഷി യോഗമെങ്കിലും അതിനൊരു മാറ്റം വരുത്തണം. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ക്യാബിനറ്റെങ്കിലും, നയപരമായ ഒരു മാറ്റമാണ്, ക്യാബിനറ്റെങ്കിലും ഇതറിയണം. ഇത് രണ്ടും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കത്ത് ഡൽഹിക്ക് പോവുകയും പിന്നെ ഡൽഹിയിൽ നിന്നുള്ള ഓപ്പറേഷൻ, ഇതൊരു പക്ഷേ ഡൽഹി ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രി എഴുതിയതാവാം, അത് മുഖ്യമന്ത്രിയാണ് ഉള്ളു തുറക്കേണ്ടത് ആരാണ് അട്ടിമറിച്ചതെന്നുള്ളത്. ഇത് എന്തായാലും അതിൻ്റെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒപ്പോടുകൂടിയുള്ള ഡോക്യുമെൻ്റ് ഇപ്പോൾ പബ്ലിക് ഡോക്യുമെൻ്റാണ്, എല്ലാവർക്കും കിട്ടും. വാസ്തവത്തിൽ വിഴിഞ്ഞത്തിൻ്റെ അട്ടിമറി ഈ സർക്കാരിൻ്റെ കാലത്തിൽ 2013 ജനുവരി മാസം 18-ാം തീയതി നടന്നു. ഞെട്ടിയത് ഞങ്ങൾ അന്നാണ്. 2015 ഫെബ്രുവരിയിൽ ഞങ്ങൾ ഞെട്ടിയില്ല. അന്ന് ഞെട്ടുക മാത്രമല്ല, അതിനെതിരെ പലതരം സമര പരിപാടികൾ, ഇത് അട്ടിമറിയാണ്, ടെൻഡർ വേണ്ട, ടെൻഡർ പൊളിക്കും, ടെൻഡർ നമുക്ക് പാരയാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ 2013 ജനുവരി മാസം 18 മുതൽ തന്നെ ഞങ്ങൾ തുടർച്ചയായ പ്രവർത്തനം നടത്തി. ഞങ്ങളുടെ നിലപാടിൽ ഇന്നും ഒരു മാറ്റവുമില്ല. മന്ത്രി ബാബു കഴിഞ്ഞ ദിവസം പറയുന്നിട്ട് എനിക്ക് മറുപടി പറയാൻ അവസരം തരാതെ അദ്ദേഹം ഒളിച്ചോടുകയാണ്. എനിക്ക് വട്ടാണ്, അത് മാത്രമല്ല വട്ടം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോവാണ്. ഈ വട്ടൻ്റെ മറുപടി കേൾക്കാൻ കൂടെ അദ്ദേഹം നിൽക്കാൻ ഉള്ള സൗമനസ്യം, ജനാധിപത്യത്തിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനുള്ള മറുപടി കേൾക്കാൻ കൂടി അതിനുള്ള ഒരു സന്മനസ് കാണിക്കണം. അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിൻ്റെ 800 കോടി VGF എന്ന് പറയുന്നതിനെ ഞങ്ങൾ എതിർത്തു, ഇവരെതിർത്തവരാണ് ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് അനുകൂല സാഹചര്യം. ഞങ്ങൾ അന്നും എതിരാണ്, ഇന്നും എതിരാണ്. അതൊരു കുരുക്കാണ്. ഈ പറയുന്ന കേന്ദ്രം 800 കോടി കൊടുക്കത്തുമില്ല, എന്നാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് കേന്ദ്രം ഏറ്റെടുക്കുന്നതാണ് VGF. അപ്പോൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റിലോട്ട് ചുമ്മാ ഗോൾ അടിച്ചിട്ട് മന്ത്രി അങ്ങ് പോവുകയാണ്, കളിക്കുന്നില്ല അദ്ദേഹം. എതിർ പോസ്റ്റിൽ ഗോൾ അടിക്കുമ്പോൾ മറ്റേ പോസ്റ്റിലും ആ ഗോൾ പ്രതീക്ഷിച്ച ആൾ നിൽക്കണം. അല്ലെ ശ്രീ എലിയാസ്, അങ്ങനെ കേന്ദ്രം ഒരു സഹായം തരുമ്പോൾ ഇപ്പോൾ നമ്മൾക്കുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്, തമിഴ്നാട് സർക്കാർ ഈ കുളച്ചലിന് വേണ്ടി ഒരു നീക്കം നടത്തുന്നുണ്ട്. അവിടെ പൊൻ രാധാകൃഷ്ണൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് നിന്ന് 30 കിലോമീറ്റർ മാത്രമാണ് അകലെ ഉള്ളൂ എന്നുള്ളതാണ് കുളച്ചലിന്. അപ്പോൾ ഈ കേന്ദ്രം എന്തുകൊണ്ടാണ് ഈ സഹായം ഇങ്ങോട്ടേക്ക് തരുന്നത്? കുളച്ചിലേക്കാണ് ഇനി നോട്ടമെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ കേന്ദ്രം സഹായിക്കും. ഞാനതാ പറയുന്നത്, അതൊരു കുരുക്കാണ്. ഈ 800 കോടി എന്ന് പറയുന്നത് 8 പൈസ പോലും തരത്തില്ല. നേരിട്ട് ഒരു പൈസ പോലും തരാതെ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്, ഞങ്ങൾ 800 കോടി കൊടുക്കും. അതിൻ്റെ വ്യവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം. 800 കോടി എന്നാ കൊടുക്കുന്നത്? 800 കോടി എന്ന് പറയുന്നത് 20%. ഈ സ്വകാര്യ മൂലധനത്തിൻ്റെ, സ്വകാര്യ നിക്ഷേപത്തിൻ്റെ 20%ആണ് ഈ 800 കോടി. എന്നാ കൊടുക്കുന്നത്? ആദ്യം ഈ 4000 കോടി ഈ കടലിൽ കല്ലിട്ട് ബ്രേക്ക് വാട്ടർ പണിത്, വാർഫ് പണിത് എല്ലാം പൂർത്തിയാക്കണം. പൂർത്തിയാക്കി കഴിയും 4000 കോടി സ്പെൻഡ് ചെയ്യണം. 4000 കോടി സ്പെൻഡ് ചെയ്യുമ്പോൾ കേന്ദ്രത്തിലെ ഇദ്ദേഹം അപേക്ഷ കൊടുക്കണം. ഞാൻ 4000 കോടി രൂപ വിഴിഞ്ഞം കടലിൽ നിക്ഷേപിച്ച് എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ വന്ന് പരിശോധിച്ച് ഞങ്ങൾക്കുള്ള VGF തരണം എന്ന് പറയുമ്പോൾ അവർ വിമാനത്തിൽ കയറി ഇവിടെ വന്ന് പരിശോധിച്ചിട്ട് ഇവർ തിരിച്ച് ഡൽഹി പോയിട്ട് അവരുടെ കമ്മിറ്റി കൂടി ഓക്കെ ഇദ്ദേഹം 4000 കോടി നിക്ഷേപിച്ചതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു. എന്താ ചെയ്യുക? അവർ ഈ 4000 കോടി ഇദ്ദേഹം നിക്ഷേപിക്കാൻ ഈ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന 8ഓളം ബാങ്കുകളുണ്ട്. 5ആണോ 8ആണോ എന്ന് എനിക്ക്, ഈ ബാങ്കുകളിൽ നിന്ന് മാത്രമേ ഇദ്ദേഹം വായ്പ എടുക്കാവൂ. അങ്ങനെ ആ ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പയ്ക്ക് ബാങ്കിലോട്ട് കേന്ദ്ര സർക്കാർ ഒരു കത്ത് കൊടുക്കും. അടുത്ത 30 വർഷത്തിന് ഇടയ്ക്ക് ഞങ്ങൾ ഇതിൻ്റെ വിഹിതം അടച്ചുകൊള്ളാം. ഇതാണ് VGF. അപ്പോൾ ഈ ഒരു ഉറപ്പിൽ അടുത്ത 30 വർഷം 800 കോടി പല ഡിഫേർഡ് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഉറപ്പിൽ കേരളം പോലൊരു സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തി കടലിൽ 4000 കോടി മുടക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളാണ് മണ്ടന്മാർ. അപ്പോൾ വളരെ മുൻകൂട്ടി കേന്ദ്രം ചുമ്മാ അവരൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. BJP കേരളത്തിൻ്റെ പദ്ധതികൾക്കെതിരല്ല, അനുകൂലമാണെന്ന് പറഞ്ഞ
ഒരു വോട്ട് എൻകാഷ്മെൻറ്റ് പരിപാടി നടത്തിയതിനപ്പുറം അതിനകത്ത് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. കാരണം 4000 കോടി ആരാ നിക്ഷേപിക്കാൻ പോകുന്നത്? അത് അവർക്ക് നല്ലോണം അറിയാം. ഇവിടെ ആരും വന്ന് ഈ 4000 കോടി നിക്ഷേപിക്കാൻ പോകുന്നില്ല. നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 30 വർഷത്തേക്ക് ഏത് സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് അവരുടെ തലവേദനയാക്കി മാറ്റുകയാണ്. അതേ സമയത്ത് കുളച്ചലിൻ്റെ കാര്യത്തിൽ കൃത്യമായി അവർക്ക് അജണ്ടയുണ്ട്. 11,655 കോടി രൂപ മോഡി അധികാരമേറ്റ ആദ്യ ബജറ്റിൽ വെച്ചു. 11,655 കോടി രൂപ എന്ന് പറഞ്ഞാൽ 3 വിഴിഞ്ഞം പദ്ധതി ചെയ്യേണ്ട പൈസയാണ് തൂത്തുക്കുടി പോർട്ടിന് അനുവദിച്ചു. വാസ്തവത്തിൽ ഈ ഡോക്യുമെൻ്റ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അതിശയം തോന്നി. ഞാൻ ഞെട്ടിയത് ഈ കേരളത്തിലെ MP-മാരോ MLA-മാരോ ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇങ്ങനെ ഒരു കണക്ക്. 11,655 ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയില്ല. പലയിടത്തും നടത്തി, എഴുതി കൊടുത്തു, പത്രങ്ങൾ കൊടുത്തു, എല്ലാം കൊടുത്തു. ആർക്കും ഇതിനൊന്നും താല്പര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ കേരളത്തിന് അവകാശപ്പെട്ട പൈസയാണ്. അത് ഒരു സംസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നതിൽ ഇവിടെ ഒരു പ്രതിഷേധവും ഇല്ല ആർക്കും. 3 വിഴിഞ്ഞം ചെയ്യേണ്ട പൈസ തൂത്തുക്കുടിക്ക് അനുവദിച്ചു. ബജറ്റിൽ അനുവദിച്ചാൽ അത് അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പം ഞാൻ എഴുതി ചോദിച്ചു, ഇത് അബദ്ധം പറ്റിയതാണോ നിങ്ങൾക്ക്? ഒരു പോർട്ടിന് മാത്രമായിട്ട് ഇത്രയും തുക നിങ്ങൾ അനുവദിച്ചോ? അത് ഇന്ത്യയിലെ എല്ലാ പോർട്ടുകൾക്കും വേണ്ടിയുള്ള തുക ബജറ്റ് വായിച്ചപ്പോൾ പറ്റിയതാണോ? എനിക്ക് ബജറ്റ് രേഖയുടെ കോപ്പി വേണം. കോപ്പി തന്നപ്പോൾ കൃത്യമായും തൂത്തുക്കുടിക്ക് മാത്രമായിട്ട് 11,655 കോടി രൂപ അനുവദിച്ചു. ഇതാണ് തമിഴ്നാടിനോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം. കേരളത്തോടുള്ള സമീപനം എന്ന് പറയുന്നത് 30 കൊല്ലത്തേക്ക് കൊടുത്താലും ഇല്ലെങ്കിലുമുള്ള ഒരു കടലാസ്. ഈ 2 വ്യത്യസ്ത നിലപാട് കേന്ദ്ര സർക്കാരിന് ഈ 2 സംസ്ഥാനങ്ങളോട് ഉണ്ട് എന്നത് വളരെ വ്യക്തമാവുകയാണ്. അപ്പോൾ BJP കേരളത്തെ സ്നേഹിച്ചു കൊല്ലുന്നു എന്നുള്ളൊരു പ്രചരണം ചിലരൊക്കെ പോസ്റ്ററും ബാനറും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ളൊരു തന്ത്രം. അങ്ങനെ കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് 800 കോടിയെങ്കിൽ 800 കോടി അത് ബജറ്റിൽ വെച്ച് കൊടുക്കണം. പൊൻ രാധാകൃഷ്ണൻ അധികാരമേറ്റ് കഴിഞ്ഞ് പറയുകയും ചെയ്തു, കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശബ്ദം ഉയർത്തുവന്ന്. ഇവിടുത്തെ BJP-കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലേ? BJP-കാർ ഞാൻ പറയട്ടെ, ഇവിടെ രാജഗോപാൽ മത്സരിക്കുന്ന സമയത്ത്, മോഡി ഇവിടെ വരുന്ന സമയത്ത് പലപ്പോഴും എന്നെ ഇവർ ബന്ധപ്പെട്ടിരുന്നു. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മോഡിജിക്ക് കൊടുക്കണം, ശംഖുമുഖത്ത് പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് ഞാൻ പലരോടും ഷെയർ ചെയ്തു. BJP-യുടെ പ്രധാന നേതൃത്വങ്ങളോട് ഇതെല്ലാം പറഞ്ഞു. അദ്ദേഹം വന്ന് പ്രസംഗിച്ചു. വിഴിഞ്ഞം പോയിട്ട് എന്നൊരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇലക്ഷൻ സമയത്തും രാജേട്ടൻ്റെ ഇലക്ഷൻ സമയത്തും ഇതിനെ സംബന്ധിച്ച് വിഴിഞ്ഞത്തെ സംബന്ധിച്ച സ്ലോഗൻസൊക്കെ നമുക്ക് സംസാരിക്കണം, വിഴിഞ്ഞം പദ്ധതി BJP വന്നാൽ നിർബന്ധമായിട്ടും ചെയ്യും എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കിയിട്ട് അത്തരം വിവരങ്ങൾ ഞങ്ങളോട് വാങ്ങിച്ചു. ഞങ്ങൾ വാസ്തവത്തിൽ ശശി തരൂരിനെതിരായിട്ട് ഓപ്പൺ പ്രചരണത്തിന് വരെ ഇറങ്ങി. ആർക്ക് വേണ്ടിയെന്നുള്ളതല്ല, ശശി തരൂർ തോൽക്കേണ്ടത് ആവശ്യം. കാരണം 5 വർഷം ഇരുന്നിട്ട് വിഴിഞ്ഞത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാത്ത മനുഷ്യന് ഇനി ജയിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഓപ്പൺ പ്രചരണത്തിന് വരെ ഞങ്ങൾ ഇറങ്ങി. BJP അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താ ഇനി അടുത്ത പരിപാടി? അതിനു മുമ്പുള്ള പ്രചരണം എന്താ? മോഡി സർക്കാർ അധികാരം വെക്കുകയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച നമുക്ക് ഡൽഹി പോകണം, നിങ്ങൾ റെഡിയായിരുന്നോളണം. മോഡിയുടെ അപ്പോയിൻമെൻറ്റ്, നമുക്ക് നേരിട്ട് പോയി വിഴിഞ്ഞത്തെക്കുറിച്ച് സംസാരിക്കണം. മാസം 7 കഴിഞ്ഞു. ഞാൻ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ഒരൊറ്റ BJP നേതാവ് ഇന്ന് വരെ മോഡിയുമായിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതി? പക്ഷേ ശ്രീ സുരേഷ് ഗോപി നേരത്തെ കുറച്ച് വിവരങ്ങൾ വിഴിഞ്ഞത്തെ പറ്റി കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഈ നമ്മുടെ പോളിങ്ങിനും കൗണ്ടിങ്ങിനും ഇടയിൽ 1 മാസത്തെ സമയമുണ്ടായിരുന്നു. അദ്ദേഹം റെസ്റ്റ് എടുക്കായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അഹമ്മദാബാദിലിരിക്കുമ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തോട് സംസാരിച്ചു. വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സുരേഷ് ഗോപിയുമായിട്ട് സംസാരിച്ചപ്പോൾ സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, 2 മലയാളികളാണ് മോഡിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ, ഒരു കൈലാസ്നാഥ് IAS-ഉം ഒരു ഡോക്ടർ ജയചന്ദ്രനും. 2 പേരുടെയും മെയിൽ ID തന്നിട്ട് എന്നോട് പറഞ്ഞു പ്രപ്പോസൽ അയച്ചു കൊടുക്കുക, മോഡിയുടെ അടുത്ത് അത് എത്തും, അതിൻ്റെ വേണ്ട പരിഗണന കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഇന്ന് വരെ ഒരു മറുപടിയും മോഡിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ വ്യക്തതയില്ല. അപ്പം ഇതാണ് സംസ്ഥാന BJP നേതൃത്വത്തിൻ്റെ നിസ്സഹായതയും കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ ബുദ്ധിപരമായ, എന്തിനാ പൊൻ രാധാകൃഷ്ണനെ തന്നെ ഷിപ്പിംഗ് മന്ത്രിയാക്കി? എന്തിനാ? എല്ലാ കാലത്തും തമിഴ്നാടിൻ്റെ കയ്യിലാണ് ഷിപ്പിംഗ് മന്ത്രാലയം. ഏത് മന്ത്രിസഭ വന്നാലും അവർ ഈ വകുപ്പ് കൃത്യമായി കൈയടക്കി അവരുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. ഇത് കൃഷ്ണപാൽ ഗുജ്ജാറായിരുന്നു മോഡി സർക്കാരിലെ ആദ്യത്തെ സഹമന്ത്രി. ഗഡ്കരി അന്നും ഇന്നും കപ്പൽ മന്ത്രിയാണ്. പക്ഷെ സഹമന്ത്രിയായിരുന്നത് ഹരിയാനയിലുള്ള കൃഷ്ണപാൽ ഗുജ്ജാർ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഷഫ്ലിംഗ് വന്നപ്പോഴത്തേക്കും കൃത്യമായും പൊൻ രാധാകൃഷ്ണൻ്റെ കയ്യിൽ വരുന്നു. അതാണ് ജയലളിതയുടെ ഇടപെടൽ. അത് വരുത്തുകയും വന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് കേവലം 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് ബോധ്യമാവുകയും ചെയ്തു.
തൂത്തുക്കുടി പോർട്ട് വഴി കുളച്ചൽ പോർട്ടിൻ്റെ ടെൻഡർ അനൗൺസ് ചെയ്തു. വിഴിഞ്ഞത്തിനേക്കാൾ വേഗതയിൽ ഇന്ന് കുളച്ചൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുളച്ചലിന് പക്ഷേ ഈ വിഴിഞ്ഞത്തിൻ്റെ അത്രയും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റും. ഒരു പക്ഷേ തൂത്തുക്കുടിയുടെ ഉപഗ്രഹ രീതിയിലേക്ക് മാറുമോ? അത് തമിഴ്നാട് സർക്കാരാണ് തീരുമാനിക്കേണ്ട കുളച്ചൽ ഏത് രീതിയിൽ വളർത്തിയെടുക്കണമെന്നുള്ളത്. അവർക്ക് വളർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവർക്ക് ഈ കുളച്ചലിന് കുറച്ച് വിഴിഞ്ഞത്തിന് ഇല്ലാത്ത, വിഴിഞ്ഞത്തിനുള്ള അഡ്വാൻറ്റേജിൽ നിന്ന് വ്യത്യസ്തമായി കുളച്ചലിന് കുറച്ച് പാറയുണ്ട് അവിടെ. അതൊക്കെ അവർ രാത്രിക്ക് രാമാനം ബ്ലാസ്റ്റ് ചെയ്ത് അതൊക്കെ മാറ്റി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നാന്തരം ഒരു പോർട്ടാക്കി മാറ്റാവുന്ന ഐഡിയൽ ലൊക്കേഷനിൽ തന്നെയാണ് കുളച്ചൽ. ഞങ്ങൾ പറയുന്നത് കുളച്ചൽ വികസിക്കണമെന്നാണ്, യാതൊരു സംശയമില്ല. വിഴിഞ്ഞവും കുളച്ചലും വെള്ളാർപാടവും തങ്കശ്ശേരിയും ഇതെല്ലാം വികസിക്കണമെന്നാണ്. ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തത്തിലാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ വളരെ പ്രാദേശികമായി വിഴിഞ്ഞം മാത്രമെന്നുള്ള കൺസെപ്റ്റ് ഞങ്ങൾക്കില്ല. പക്ഷെ ആദ്യം വരേണ്ടത് വിഴിഞ്ഞമാണ്. ഇത് വന്നാലേ ഇന്ന് നഷ്ടത്തിലോടുന്ന വെള്ളാർപാടം പോലും രക്ഷപ്പെടുകയുള്ളൂ. ഇത് വന്നാൽ മാത്രമാണ് കുളച്ചലിനും പ്രസക്തി വരുന്നത്. പക്ഷേ ഈ വിഴിഞ്ഞത്തിന് മുറവിളി കൂട്ടുന്ന സമയത്താണ് മറ്റുള്ളവർ വല്ലാർപാടത്തിനോട് ഒരു അമിത സ്നേഹം കാണിക്കുകയും അതിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും ഈ വല്ലാർപാടം വരുന്ന സമയത്ത് ഞാൻ ക്യാബിനറ്റ് റിപ്പോർട്ടിങ്ങിന് പോകുന്ന ആളാണ്. ഞാൻ എ കെ ആൻ്റണിയോട്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആൻ്റണിയോട് ഞാൻ പറഞ്ഞു, സാറ് ഇപ്പം നമുക്ക് വേണ്ടത് വല്ലാർപാടമല്ല. ഞാൻ ഉപയോഗിച്ച വാക്ക് തന്നെ വല്ലാർപാടം ഒരു ഓട്ടോറിക്ഷ പോർട്ടാണ് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് തുല്യമായ കപ്പലുകളാണ് അവിടെ വരുന്നത്. നമുക്ക് വേണ്ടത് വിഴിഞ്ഞമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ വല്ലാർപാടം ഡിസ്കസ് ചെയ്യുന്നിടത്ത് വിഴിഞ്ഞം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, അത് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ എ കെ ആൻ്റണി വിഴിഞ്ഞത്തെക്കുറിച്ച് ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അട്ടിമറി പല ഘട്ടങ്ങളിൽ പല തരത്തിൽ നടക്കും. ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വിഴിഞ്ഞമാണ് വേണ്ടത്, വല്ലാർപാടമല്ല. വല്ലാർപാടം കൺസീവ് ചെയ്ത ഡോക്ടർ ബാബു പോൾ പോലും ഒരു റിപ്പൻറ്റൻസോടുകൂടി പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അബദ്ധം പറ്റിയതാണ്, വല്ലാർപാടമായിരുന്നില്ല നമുക്ക് വേണ്ടിയിരുന്നത്, നമുക്ക് വിഴിഞ്ഞമാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പോലും ഉണ്ട്. വിഴിഞ്ഞമാണ് ലോകോത്തര പോർട്ടായി വളരാൻ സാധ്യതയുള്ള പോർട്ട് വിഴിഞ്ഞമാണ്. അന്ന് വല്ലാർപാടം അദ്ദേഹം കൺസീവ് ചെയ്യുന്ന സമയത്ത് ഈ കപ്പലിനുള്ള വലിപ്പത്തെക്കുറിച്ചൊക്കെ ഇത്രയും വലിയ മാറ്റം ഈ സെക്ടറിൽ ഉണ്ടാവുമെന്ന് അദ്ദേഹം പഠിച്ചിരുന്നില്ല. അപ്പോൾ അന്നത്തെ ചുറ്റുപാടനുസരിച്ചാണ് അദ്ദേഹം വല്ലാർപാടം ഡെവലപ്പ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ 2 ഹള്ളുള്ള കപ്പലുകളും ഈ 18,000 കണ്ടെയ്നർ കയറ്റാവുന്ന കപ്പൽ, ഇപ്പോൾ 25,000 കണ്ടെയ്നറിൻ്റെ പണി നടക്കുകയാണ്. ചൈന ഓർഡർ കൊടുത്തിരിക്കുന്നു. ഇത്തരം കപ്പലുകൾ ഇന്ത്യ മഹാരാജ്യത്ത് കാണാനേ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നവരാണ് ഈ തമിഴ്നാട് രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും നേതൃത്വവും ഒക്കെ. BJP പോലുള്ള ഏത് ഗവൺമെൻറ് വന്നാലും അവർ സ്വാധീനിച്ച് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കും. ഇത് നമ്മൾ ലോകത്തിൻ്റെ സെക്ടറിനെ കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ട് 20 കിലോമീറ്റർ, 10 കിലോമീറ്റർ അപ്പുറം, 5 കിലോമീറ്റർ, 3 കിലോമീറ്ററിനപ്പുറം ഇപ്പുറം ഒക്കെ പോർട്ടുകളുണ്ട് ഒരു രാജ്യത്ത്. എന്തിനാ നമ്മുടെ ദുബായിൽ, ഗുജറാത്തിൽ തന്നെ ഉണ്ട് 18 പോർട്ടുകളുണ്ട് ഗുജറാത്തിൽ. ക്ലാസിക്കൽ എക്സാമ്പിൾ ദുബായും ഷാർജയുമാണ്. അബുദാബി എല്ലാം ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ അപ്പുറം ഇപ്പുറവും വളരെ ഫുൾ സ്വിംഗിൽ വർക്ക് ചെയ്യുന്ന പോർട്ടുകളുണ്ട്. അല്ല, അങ്ങനെ വരുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എറണാകുളത്തെ നഷ്ടസ്ഥിതിയെക്കുറിച്ച് താങ്കൾ പറയുകയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 10 കിലോമീറ്ററിനിടയ്ക്ക് വരുമ്പോൾ ഈ നഷ്ടത്തിലേക്ക് മാറത്തില്ലേ? ഇല്ല. അതായത് നമ്മുടെ അഡ്വാൻറ്റേജ് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ അഡ്വാൻറ്റേജ്, കേരളത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് നമ്മുടെ മാപ്പ് പഠിച്ചാൽ അറിയാമല്ലോ, ഒരു കോണിക്കൽ ഷേപ്പിൽ വരികയാണ്, കടലിലോട്ടുള്ളി കയറി നിൽക്കുന്ന ഒരു ഇതിൽ 2 ലക്ഷം കപ്പലുകളാണ് ഒരു വർഷം കടന്നു പോകുന്നത്. നമുക്ക് വാസ്തവത്തിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മര്യാദയ്ക്കുള്ള ഒരു വേൾഡ് ക്ലാസ് സർവീസ് ഇവിടെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുളച്ചലിനും വല്ലാർപാടത്തിനും തങ്കശ്ശേരിക്കും വിഴിഞ്ഞത്തിനും ഈ ട്രാഫിക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന മലയാളികൾക്ക് ജോലി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. തമിഴന്മാരും ബംഗാളികളും എല്ലാവരും ഇവിടെ വന്നാലും അവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ലോകം മുഴുവനുള്ളവർ ഇന്ന് നടക്കുന്ന ഈ മൈഗ്രേഷൻ ഉണ്ടല്ലോ, അതൊരു റിവേഴ്സായി മാറും. സായിപ്പും ജപ്പാൻകാരനും എല്ലാം ഇവിടെ വന്ന്, കാരണം ലോകത്തിൻ്റെ ചരക്കിൻ്റെ കൈമാറ്റം 90% നടക്കുന്ന കടലിലൂടെയാണ്. ഇതിന് വേണ്ടി വരുന്ന ഈ ചരക്കിറക്കി വയ്ക്കൽ മാത്രമല്ല നമ്മുടെ കൺസീവിങ്ങിലുള്ളത്. ഷിപ്പ് റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ്, ഇൻഷുറൻസ്, ആനുവൽ ടെസ്റ്റിംഗ്, ബങ്കറിംഗ് തുടങ്ങി ഷിപ്പിംഗ് സെക്ടറിനെ കുറിച്ച് നമുക്ക് ആർക്കൊന്നും അറിയില്ല. മലയാളികൾക്ക് വളരെ കുറച്ചേ അറിയാവുള്ളൂ ഷിപ്പിംഗ് സെക്ടർ എന്താണെന്ന്. അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗ്രീസിലോ അല്ലെങ്കിൽ റോട്ടർഡാമിലോ അല്ലെങ്കിൽ ചൈനയിലോ കൊറിയയിലോ ഒക്കെ പോയാൽ ഇതാണ് ഷിപ്പിംഗ് സെക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്ര ഹ്യൂജ് ബിസിനസ് ഇമ്പാക്റ്റാണ് ഷിപ്പിംഗ് സെക്ടർ കൊണ്ടുവരാൻ പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു റെവല്യൂഷൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് വേറെ ചിലർക്ക് നഷ്ടങ്ങളായി മാറും. ലൈക്ക് ദുബായ്, ലൈക്ക് സിംഗപ്പൂർ. ഞാൻ അവസാനത്തെ കണക്ക് പറഞ്ഞുതരാം, പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. മറൈൻ ട്രാഫിക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് 2 മിനിറ്റ് മുമ്പ് വരെയുള്ള, ഇപ്പോൾ ഈ സമയത്തിന് 2 മിനിറ്റ് മുമ്പ് വരെ ലോകത്തിൻ്റെ കപ്പലുകൾ എവിടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, ഏത് പോർട്ടിലാണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും.
ഞാൻ ഏറ്റവും ഒടുവിൽ പരിശോധിച്ച സമയത്ത് കൊച്ചിയിൽ 3 കപ്പലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കപ്പൽ, അതിനൊരു കപ്പലിൻ്റെ ഷേപ്പ് ഒരു മാർഗ്ഗം, ഈ കപ്പലിൽ നമ്മൾ നമ്മുടെ കഴ്സർ കൊണ്ടുപോകുമ്പോൾ അവർ പറയും ഏറ്റവും ഒടുവിൽ അത് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തത്, 2 മിനിറ്റ് മുമ്പ് റിപ്പോർട്ട് ചെയ്തു, എങ്ങോട്ടാണ് ആ കപ്പൽ പോകുന്നത്, അതിൻ്റെ കപ്പാസിറ്റി എത്ര തുടങ്ങിയ വിവരങ്ങളെല്ലാം അപ്പം തന്നെ ആ സ്ക്രീനിൽ വരും. അതേ സമയത്ത് ഈ 3 കപ്പൽ കൊച്ചിയിലുള്ള സമയത്ത് ഞാൻ സിംഗപ്പൂർ പോർട്ട് നോക്കി, 1655 കപ്പലാണ് കിടക്കുന്നത്. ഇതാണ് നാളെ വിഴിഞ്ഞത്ത് സംഭവിക്കാൻ പോകുന്നത്. വിഴിഞ്ഞത്തിന് ചുറ്റും ഈ മറൈൻ ട്രാഫിക് എടുത്ത് പരിശോധിക്കുമ്പോൾ 2000 കപ്പൽ ഒരേ സമയത്ത് വിഴിഞ്ഞവും കേരള കോസ്റ്റിലും ഉണ്ടാകും. ഇതാണ് വിഴിഞ്ഞം കൊണ്ടുവരാൻ പോകുന്ന മാറ്റം. ഈ വിഴിഞ്ഞത്തുകൂടി കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം തന്നെ വളരെ കൂടുതലല്ലേ? 2 ലക്ഷം കപ്പൽ ഒരു വർഷം, 2 ലക്ഷം കപ്പലുകൾ കടന്നു പോകുന്നതായിട്ടുള്ളതാണ് നേവിയുടെ പഠനമാണ്. ഞങ്ങളാരും ഇമാജിൻ ചെയ്ത് പറയുക 2 ലക്ഷം കപ്പൽ, എല്ലാത്തരം കപ്പലും ഉണ്ട്. ടാങ്കർ ഉണ്ടാവും, കണ്ടെയ്നർ ഷിപ്പ് ഉണ്ടാവും, ബൾക്ക് കാരിയർ ഉണ്ടാവും, ക്രൂയിസ് ഷിപ്പിംഗ് ഉണ്ടാവും, പാസഞ്ചർ ഷിപ്പിംഗ് ഉണ്ടാവും, മറ്റേ ഫെറി ഈ നടത്തുന്ന യാച്ചസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേരുന്നതാണ്. ഇവരുടെ വയർലെസ്സിൽ മെസ്സേജ് കിട്ടുന്നത് വെച്ചിട്ടാണ് അവർ പറഞ്ഞത്. ഈ 2 ലക്ഷം കപ്പലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ട്രാഫിക്കാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ആരാണോ സർവീസ് കൊടുക്കുന്നത് ആ പോർട്ടിലോട്ട് അവർ ക്രൂ ചേഞ്ചിങ് ഒരു വലിയ ബിസിനസ് ആക്ടിവിറ്റിയാണ്. കാരണം നമുക്ക് വിഴിഞ്ഞവും എയർപോർട്ടും തമ്മിൽ എത്ര ദൂരമാണ് ഉള്ളത്? 10 കിലോമീറ്റർ. അപ്പോൾ ഇവർ ആലോചിക്കുന്നത് ഇവർക്ക് ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയാണ് ഹോളിഡേ കിട്ടുക ഈ ഇതിൽ ക്രൂവിൽ, ക്യാപ്റ്റനും അതുപോലുള്ള സ്റ്റാഫ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത എയർപോർട്ടിലേക്ക് വണ്ടി പിടിച്ച് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്യുന്നതിനേക്കാൾ അവരിഷ്ടപ്പെടുക വിഴിഞ്ഞത്ത് വന്നാൽ നേരെ വന്ന് കോവളത്ത് ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്തിട്ട്, ലോ കോസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കോവളം, ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത്. കോവളത്ത് ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്യുക, എയർപോർട്ടിൽ കയറുക, അവരുടെ നാട്ടിലോട്ട് പോവുക. വളരെ ഇഫക്റ്റീവായിട്ട് അവരുടെ ഹോളിഡേ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര ഐഡിയൽ ലൊക്കേഷൻ. ഇപ്പോൾ ഇരിക്കുന്ന ഞാൻ പറഞ്ഞുതരാം, ദുബായിയുടെ ഇതനുസരിച്ച് ദുബായ് ഇപ്പോഴത്തെ പുതിയ എയർപോർട്ട് വളരെ അടുത്ത് വന്നു. നേരത്തെ ഉള്ള എയർപോർട്ട് എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്ററാണ്. ജബലാലി പോർട്ടും എയർപോർട്ടും തമ്മിൽ 40-60 കിലോമീറ്റർ ഉണ്ട്. ദുബായിയുടെ ട്രാഫിക് അനുസരിച്ച് 60 കിലോമീറ്റർ ഓടി എത്തുമ്പോൾ തന്നെ അവരുടെ ഒരു നല്ല സമയം നഷ്ടപ്പെടുകയാണ്. അവർ നോക്കുമ്പോൾ ഈ ഗ്രീൻ എന്ന് പറയുന്ന നമ്മുടെ ടൂറിസത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം, ഇവരെല്ലാം ഈ ക്രൂ ചേഞ്ചിങ് 10-20 പേരുണ്ടാവും ഒരു കപ്പലിൽ. 20 പേര് വിഴിഞ്ഞത്ത് ഇറങ്ങുന്നു, പുതിയ 20 പേര് വിഴിഞ്ഞത്ത് നിന്ന് കപ്പലിലോട്ട് കയറുന്നു. ഈ 2 ലക്ഷം കപ്പലിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ട്രാഫിക് ഇന്നത്തെ ടൂറിസം സെക്ടറിന് ജന്മത്ത് സ്വപ്നം കാണാൻ പറ്റാത്തതാണ്. പിന്നെന്തുകൊണ്ട് ഈ റിസോർട്ട് ലോബികൾ ഇതിനകത്ത്? ഞാൻ പറയുന്നത് വസ്തുതകൾ ആരും പഠിക്കുന്നില്ല. വസ്തുതകൾ പഠിച്ചാൽ 99% റിസോർട്ടുകാരും ഇതിനെ അനുകൂലിക്കും. അല്ല, അവരിപ്പോൾ ഈ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ 3 പോർട്ടുകൾ, ശ്രീലങ്ക, സിംഗപ്പൂർ, ദുബായ്, ഈ 3 പോർട്ടുകൾ വളരെ ശക്തമായി വിഴിഞ്ഞത്തിന് എതിർക്കുകയാണ്. കാരണം ഇന്ത്യയുടെ 70% ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുന്നത് ഇന്ന് ആ പോർട്ടുകളിലാണ്. വിഴിഞ്ഞം വരുന്നതോടുകൂടി ഡയറക്റ്റായിട്ട് ഈ പറയുന്ന രാജ്യങ്ങൾ തന്നെ അപ്രത്യക്ഷമായി പോകും ചിലപ്പോൾ സാമ്പത്തികമായിട്ട്. ശ്രീലങ്ക പൂർണ്ണമായും നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. രാജപക്ഷെ ഹമ്പൻടോട്ട ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് വി കംപ്ലീറ്റഡ് ഹമ്പൻടോട്ട പ്രോജക്റ്റ് ആൻഡ് വി ആർ എക്സ്പെക്ടിങ് കാർഗോ ഫ്രം ഇന്ത്യ. ഒരു പോർട്ട് പണിതിട്ട്, നമുക്കിവിടെ കാർഗോ ഉണ്ട്, അല്ലാണ്ട് നമ്മൾ പോർട്ട് പണിയുന്നില്ല. അവർ ഇതൊന്നുമില്ലാതെ പോർട്ട് പണിതിട്ട് ദേ ആർ എക്സ്പെക്ടിങ് കാർഗോ ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ശക്തി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആനയ്ക്ക് വലിപ്പം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് റിസോർട്ടുകാർ എതിർക്കുന്നതെന്ന് ചോദിച്ചത്, ഈ 3 പോർട്ടുകാർ റിസോർട്ടുകാരെ വിലക്കെടുത്തിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന ബിസിനസ്സിനേക്കാൾ കൂടുതൽ പൈസ മറ്റവർ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ബിസിനസ്സുകാർ, ലാഭം നോക്കുന്നവർ, രാജ്യസ്നേഹം രണ്ടാമത്, വീട്ടുസ്നേഹം ഇതെല്ലാം മാറ്റിയിട്ട് പൈസയോട് സ്നേഹം കാണിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരത്തിനകത്തും വിഴിഞ്ഞത്തിനെ എതിർക്കുന്ന ആളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അവർക്ക് അവരുടെ നിലനിൽപ്പും രാജ്യത്തിൻ്റെ ഏതോ തൊഴിലില്ലായ്മയോ ഇവിടുത്തെ സാമ്പത്തിക തകർച്ചയോ ഇതൊന്നുമല്ല അവരുടെ വിഷയം. അവർക്ക് പൈസ കിട്ടുമോ അതിൻ്റെ കൃത്യമായ പരാതി ഇവിടുത്തെ കമ്മീഷണർ ഓഫീസിലുണ്ട്. ആരൊക്കെ പൈസ വാങ്ങിച്ചു, എവിടുന്ന് പൈസ വാങ്ങിച്ചു, ആരൊക്കെ ഇതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യാൻ വന്നിട്ടുണ്ട്, അതെല്ലാം കമ്മീഷണർ ഓഫീസിൽ പരാതിയായിട്ടിരിപ്പുണ്ട്. ഒരു നടപടിയുമില്ല. അപ്പോൾ ഇത് റിസോർട്ടുകാർ എതിർക്കുന്നത് പറഞ്ഞാൽ എല്ലാ റിസോർട്ടുകാരും ഒന്നും എതിർക്കുന്നില്ല. പ്രത്യേകിച്ചും ഒരു റിസോർട്ട് മാത്രമാണ് ഈ എതിർപ്പിന് നേതൃത്വം കൊടുത്ത് ചില റിസോർട്ടുകാരെ കൂടി അതിനകത്ത് പങ്കാളിയാക്കി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസത്തിൽ രാജ്യത്തിനെതിരെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കേണ്ട ഭരണാധികാരികൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ യുദ്ധം വീണ്ടും വീണ്ടും തുടരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കരുത്. ഇവിടുത്തെ ടൂറിസം അവരുടെ ഇന്നുള്ള ബിസിനസ്സിനെ 100 ഇരട്ടി വളർത്തുമെന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കാനും പഠിക്കാനും അവർ തയ്യാറാകണമെന്നാണ് എനിക്ക് റിസോർട്ട് സുഹൃത്തുക്കളോടുള്ള അഭ്യർത്ഥന. പാരിസ്ഥിതിക അനുമതിയെ അവർ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടില്ലേ? പോയി സുപ്രീം കോടതിയിലല്ല, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ പോയി. ഇതൊക്കെ ഒരു പുകമറയാണ്.
ഇവിടെ ഒരു പരിസ്ഥിതിക്കും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പരിസ്ഥിതിക്ക് പ്രശ്നമാണെങ്കിൽ ലോകത്ത് 800ഓളം പോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എല്ലാം നമ്മളിതുപോലുള്ള കലാപങ്ങളും കോടതി വിധികളും ഒക്കെ കാണണ്ടേ? എവിടെയും കാണുന്നില്ലല്ലോ. ഹമ്പൻടോട്ട പോലും നമ്മുടെ തൊട്ടടുത്ത് ഒരു എതിർപ്പുമില്ല. എന്തിനാ നമ്മൾ ഹമ്പൻടോട്ട വല്ലാർപാടത്തിനെതിരെ ആരും കേസിന് പോയില്ലല്ലോ, കുളച്ചലിനെതിരെ ആരും കേസിന് പോകുന്നില്ല. ഇവർ പറയുന്നത് ഈ പാരിസ്ഥിതിക അനുമതിക്കാർ പറയുന്ന ഒരു വാദം നമ്മൾ പരിശോധിക്കണം. ഒരു ഫേക്ക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കോടതി പോയിരിക്കുന്നത്. വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നതോടുകൂടി വിഴിഞ്ഞത്തിൻ്റെ തെക്കുവശത്ത് കൂടുതൽ ബീച്ച് വയ്ക്കും. വടക്ക് വശത്ത് എന്ന് പറഞ്ഞാൽ പൂന്തുറ, ഭീമാപള്ളി, ശംഖുമുഖം പോലുള്ള പ്രദേശത്ത് കടലാക്രമണം ഉണ്ടാവും. തെറ്റായ ഒരു റിപ്പോർട്ടാണ്. സെസ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂലി എഴുത്തിലൂടെ പുറത്തുവിട്ട ഒരു രേഖയാണ്. അങ്ങനെ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് സെസ് ഞങ്ങൾക്ക് വിവരാവകാശ പ്രകാരം മറുപടിയും തന്നു. അതവിടെ ഇരിക്കട്ടെ. ഈ ഇവർ പറയുന്ന വാദം ഞാൻ സാങ്കേതികമായി ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എന്താണ്? തെക്ക് വശത്ത് ബീച്ച് വയ്ക്കും, വടക്ക് വശത്ത് കടലാക്രമണം ഉണ്ടാവും. കുളച്ചിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യമേഖലയായ പൊഴിയൂർ മുതൽ വിഴിഞ്ഞം വരെ കടലാക്രമണം. തെക്കുവശം അതാവുകയാണ്. കുളച്ചലിൻ്റെ തെക്കുവശം അതായി മാറുകയാണ്. ഭീകരമായ കടലാക്രമണമല്ലേ ഇവർ പറയുന്നതനുസരിച്ച് വരുന്നത്. ഇവർക്ക് ജയലളിതയോട് പോയി സമരം ചെയ്യാൻ പറ്റുമോ? കേസ് കൊടുക്കാൻ പറ്റുമോ? മുട്ടുകാല് തല്ലി ഓടിക്കും. അപ്പോൾ വ്യാജം. ഇവർ ഇന്ന് വരെ ഈ വിഴിഞ്ഞത്തിനെ എതിർക്കുന്നവർ കുളച്ചൽ ഈ ടെൻഡറായി ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല, ഒരു കേസിനും പോയിട്ടില്ല, ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇരട്ടത്താപ്പല്ലേ ഇത്? പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ആഗോള പ്രശ്നമല്ലേ, നമ്മളെ ബാധിക്കാൻ പോവല്ലേ? ഈ പറയുന്ന ഫെർട്ടൈൽ ലാൻഡാണ് ഇന്ന് എതിർക്കുന്ന ആളുകളുടെ ഫെർട്ടൈൽ ലാൻഡാണ് പൊഴിയൂർ മുതൽ വിഴിഞ്ഞം വരെയുള്ള മത്സ്യബന്ധനത്തിൻ്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കോൺസെൻട്രേഷനുള്ള പഞ്ചായത്താണ് കരിങ്കുളം പഞ്ചായത്ത്. അത് വൈപ്പ് ഔട്ട് ചെയ്യാൻ പോവാണ് ഇവരുടെ തിയറി പ്രകാരം. ഞങ്ങൾ ആ തിയറി അംഗീകരിക്കുന്നില്ല. ഇവർ തന്നെ സൃഷ്ടിച്ച ഈ തിയറി പ്രകാരം കുളച്ചിൽ വരുന്നതോടുകൂടി കരിങ്കുളം പഞ്ചായത്ത് വൈപ്പ് ഔട്ട് ചെയ്യാൻ പോകുന്നു. എന്താ കേസിന് പോകാത്തത്? എന്താ പരാതി കൊടുക്കാത്തത്? എന്താ റോഡ് പരാതിക്കാത്തത്? എന്താ സെമിനാർ നടത്താത്തത്? തട്ടിപ്പാണ്. അപ്പോൾ വിഴിഞ്ഞം വരരുത് എന്നത് മാത്രമാണ് ഇവരുടെ ഏക അജണ്ട. അല്ലാതെ കുളച്ചൽ വരുന്നതിലോ വല്ലാർപാടം വരുന്നതിലോ അല്ല. ഈ മുമ്പോട്ട് വന്ന ഈ 2-3 കമ്പനിക്കാർക്ക് ഈ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അവരെ മാറ്റിക്കുന്നതായിരുന്നു എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും അവർക്കറിയാം. പക്ഷേ ഇവിടുന്ന് പോയിരിക്കുന്നത് എന്താ സിഗ്നൽ? സെക്രട്ടേറിയറ്റ് സൗത്ത് ബ്ലോക്ക് എന്ന് പുറപ്പെടുന്ന സിഗ്നൽ എന്താണ്? വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പ്രോജക്റ്റ്. ഇവിടെ എനിക്ക് കൃത്യമായ റിപ്പോർട്ടുണ്ട്. കൊച്ചി മെട്രോയ്ക്ക് സ്ഥലം എടുക്കുന്നതിൽ ഒരു ക്രൈസിസ് വന്നു, പൈസയില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ? ഡൽഹിയിലിരിക്കുന്ന സതീഷ് അഗർവാൾ എന്ന് പറയുന്ന അർബൻ മിനിസ്ട്രിയുടെ സെക്രട്ടറി അവിടെ യോഗം വിളിച്ചു കൂട്ടുകയാണ്. കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ഡൽഹിയിൽ യോഗം വിളിച്ചു കൂട്ടുന്നു. ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളവരെ ഇനി പുറത്തു വരണം. തീരുമാനമെടുത്തു അദ്ദേഹം. ക്യാബിനറ്റ് മന്ത്രിമാരാരും പങ്കെടുത്തായിട്ട് എനിക്കറിവില്ല. 417 കോടി രൂപ എറണാകുളം സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ തീരുമാനിക്കുന്നു. സതീഷ് അഗർവാൾ, നോർത്ത് ഇന്ത്യക്കാരനായ സതീഷ് അഗർവാൾ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി 417 കോടി രൂപ എറണാകുളം കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിക്കുന്നു. തിരിച്ചടയ്ക്കുന്ന ആരാ? തിരിച്ചടയ്ക്കുന്ന ഞാനും വിജാസ്. ബജറ്റെന്ന് കേരള ബജറ്റിൽ വെച്ചുകൊണ്ട് തിരിച്ചടയ്ക്കും. ഈ ഒരു വേഗത വിഴിഞ്ഞ പദ്ധതിക്കുണ്ടോ? ഇല്ല. ഇതാണ് ഈ സൗത്ത് ബ്ലോക്കിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നൽ. വി ആർ ഫോർ കൊച്ചി മെട്രോ, വി ആർ ഫോർ കണ്ണൂർ പ്രോജക്റ്റ്, വി ആർ ഫോർ കണ്ണൂർ എയർപോർട്ട്, ബട്ട് നോട്ട് വിഴിഞ്ഞം. നിങ്ങൾ വിഴിഞ്ഞത്തിന് വന്നാൽ തലവേദനയായിരിക്കും എന്നുള്ളത് ലോകം മുഴുവൻ ഇന്നറിയാം. കാരണം എന്താണ്? ഒരു കേസ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ അതിൻ്റെ അനുമതി കിട്ടുന്നത് ഡിസംബർ 3-ാം തീയതിയാണ്. 2013 ഡിസംബർ 3-ാം തീയതിയാണ് അനുമതി കിട്ടുന്നത്. അവരുടെ നിയമപ്രകാരം 17ാമത്തെ ക്ലോസ് പ്രകാരം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 30 ദിവസത്തിനകം പരാതി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പരാതി സ്വീകരിക്കില്ല. ട്രിബ്യൂണലിൻ്റെ തീരുമാനമാണ്, അവരുടെ പോളിസിയാണ്. 30 ദിവസം വരെ ഇവിടെ ആരും പരാതിക്ക് പോയില്ല. ഒരു മത്സ്യത്തൊഴിലാളികളും പരാതി കൊടുത്തിട്ടില്ല. ഈ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഓഫീസിൻ്റെ നിർമ്മാണം, കടലിലൊന്നും ചെയ്യേണ്ട, പദ്ധതി പ്രദേശത്ത് ഒരു ഓഫീസ്, എന്തായാലും ഒരു ഓഫീസ് അവിടെ വേണമല്ലോ, ഒരു ഓഫീസിൻ്റെ നിർമ്മാണം നടത്തിയാൽ കേസിന് അത് കഴിഞ്ഞിട്ട് കേസിന് ആരെങ്കിലും പോയാലും ഒരു പടം എടുത്ത് കാണിച്ചാൽ മതി. ഞങ്ങൾ 30 ദിവസം വെയിറ്റ് ചെയ്തു, ഒരു പരാതിയുമില്ല. ദയവ് ചെയ്ത് കോടതി ഇതിനകത്ത് ഇടപെടരുത്. നിങ്ങളുടെ 17ാമത്തെ ക്ലോസ് കോടതി ഒന്ന് വായിച്ചു നോക്കണം. കോടതി എല്ലാ കേസും എടുത്ത് കളയുമായിരുന്നു. പകരം ഇവരെന്താ ചെയ്തത്? 88 ദിവസം വരെ വെയിറ്റ് ചെയ്തു. ഈ ലോട്ടറിക്കാർ പറയാറില്ലേ, കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ, ഉമ്മൻചാണ്ടി കടന്നു വരൂ, നിങ്ങൾ കേസ് കൊടുക്കൂ കേസ് കൊടുക്കൂ കേസ് കൊടുക്കൂ. എന്താ കേസ് കൊടുക്കാത്തത്? എന്താ വിഴിഞ്ഞത്തിനെതിരെ കേസ് കൊടുക്കാത്തത്? ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ഇതാണ് സിഗ്നൽ. സർക്കാർ തന്നെ കേസ് ക്ഷണിച്ചു വരുത്തുന്നതാണ് തിരുവനന്തപുരത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റിൻ്റെ സമീപനമെന്ന് ലോകം മുഴുവനുമുള്ള ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കി. സുപ്രീം കോടതി വരെ, കാര്യം വിഴിഞ്ഞം സൂം ഡെവലപ്പേഴ്സ് തൊട്ട് കേസിലാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിലും NGTയിലും ചെന്നൈയിലും ബോംബെയിലും ഡൽഹിയിലും എല്ലാം കേസ് എത്തിക്കുന്നതാണ് കേരള സർക്കാരിൻ്റെ നയം. ടെൻഡർ 12 പ്രാവശ്യം നീട്ടിവെക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. റോഡ് ഉപരോധിക്കുന്ന MLA, ഇതാണ് കേരള സർക്കാരിൻ്റെ നയം.
ജനങ്ങളെ ഇളക്കി വിടുന്ന സർക്കാർ, ഇതാണ് കേരള സർക്കാരിൻ്റെ നയം. ഇത് ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞു വിഴിഞ്ഞത്തിൻ്റെ പേരിൽ. അങ്ങനെ വിഴിഞ്ഞത്തെ നശിപ്പിച്ച് 16 ടെൻഡർ വരെ കിട്ടിയ അവസരമുണ്ട് വിഴിഞ്ഞത്തിന്, ഓർത്തോളണം. ഇന്ന് വട്ടപൂജ്യമാണ്. UDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. ഇത്രയും ലോകോത്തരമായ ഒരു പോർട്ടിൻ്റെ പദവിയിൽ നിന്ന് വിഴിഞ്ഞത്തെ തകർത്ത് തരിപ്പണമാക്കി ഒരു ടെൻഡർ പോലും കിട്ടാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ശ്രീ ഉമ്മൻചാണ്ടിക്കാണ്. അതാണ് ഈ പറയുന്ന കേസുകളും വഴക്കുകളുമായി നിന്നുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ അകറ്റിയെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത് ഇൻവെസ്റ്റേഴ്സിനെ ഈ പേരിലല്ല അകറ്റപ്പെട്ടത്, അവരകന്നു നിന്ന പ്രശ്നങ്ങൾ വേറെ പലതുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനെനിക്ക് ഐ ഡോണ്ട് ഹാവ് സോളിഡ് എവിഡൻസ് ടു റിവീൽ ഹിയർ. അത് ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുവിടാൻ പറ്റിയത്. വീണ്ടും ടെൻഡർ നടപടിയുടെ ഈ തീയതി നീട്ടിയിട്ടുണ്ടല്ലോ, മാർച്ച് 25 വരെ. അതിൽ എന്തെങ്കിലും പ്രതീക്ഷ? ഒരു പ്രതീക്ഷയുടെ അവസരം, ഒരു ഞെട്ടാനുള്ളൊരു ദിവസം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ചിടാം നമുക്ക്. ഇനിയും ഞെട്ടാനുള്ളൊരു ദിവസമാണ്. ഇന്ന് വരാത്ത ഒരു കമ്പനിക്കാരും വരത്തില്ല. കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വന്നിരിക്കുന്ന കമ്പനികളൊക്കെ നേരത്തെ ഞാൻ ഉപയോഗിച്ച വാക്കിന് ഡ്യൂ റെസ്പെക്റ്റ് ചെറുകിട കമ്പനികളാണ്. പോർട്ട് സെക്ടറിലെ വമ്പന്മാരാരും വിഴിഞ്ഞം മൈൻഡ് ചെയ്യുന്നില്ല, വിഴിഞ്ഞം തിരിഞ്ഞു നോക്കുന്നില്ല. ഇവർ ടെൻഡർ, ഈ വിസിൽ എന്ന് പറയുന്ന കമ്പനി ഒരു ഇടക്കാലത്ത് ഞങ്ങൾ എംബസികൾ വഴി ശ്രമിക്കും, എംബസി വഴി രാജ്യങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. ഒരു രാജ്യവും വന്നില്ലല്ലോ. ഇവർ ശ്രമിക്കാഞ്ഞിട്ടാണോ? അറിയില്ല. അപ്പോൾ ഇവർക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു തന്നാൽ ഈ ഗവൺമെൻറ്റിന് വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ മന്ത്രിസഭയിൽ ആരെങ്കിലും ഈ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കുറിച്ചിടുക. ഇത് വളരെ സിമ്പിളായിട്ട് നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഗവൺമെൻറ് പൂർണ്ണമായും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. പൈസയ്ക്കൊന്നും ഒരു പ്രശ്നമല്ല. ഏതൊക്കെ മാർഗത്തിലൂടെ പൈസ കണ്ടെത്താമെന്നൊക്കെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. പദ്ധതി പൂർത്തിയാക്കിയാൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററിൻ്റെ മാത്രമാണ് ആവശ്യം. അത് ലോകത്തിൽ രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടാക്കാം, വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. നമ്മളിവിടെ ബാഴ്സലോണ കരാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോൾ ആരൊക്കെ ഇടയ്ക്ക് പറ്റിക്കാൻ ശ്രമിച്ച ചില കൃത്യമായും നടക്കുന്ന ചില കരാറുകൾ സിംഗപ്പൂർ ഗവൺമെൻറ് ഉണ്ട്, നെതർലൻഡ്സ് ഗവൺമെൻറ് ഉണ്ട്, കൊറിയ ഉണ്ട്, ചൈനയുണ്ട്. ഇനി ചൈന നമ്മുടെ അസ്പൃശ്യത ആണെങ്കിൽ ചൈന വിട്ടേക്കുക. അല്ലാതുള്ള രാജ്യങ്ങളുമായിട്ട് കരാറിട്ടാൽ ഓപ്പറേഷൻ എന്നുള്ളൊരു ചെറിയ തലവേദന മാത്രം ഏറ്റെടുക്കാൻ മത്സരിച്ചുകൊണ്ട് ലോകോത്തര കമ്പനികൾ ഇവിടെ വരും. ഇന്ന് വന്നിരിക്കുന്നത് എല്ലാം ചെറുകിട കമ്പനികളാണ്. അവർക്കൊന്നും വിഴിഞ്ഞ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ സീരിയസ് ആയിട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മാർച്ച് 25 വരെ ഇവിടെ മാജിക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റുള്ളൂ. ഈ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ദേവാലയം ഒഴിഞ്ഞു കൊടുത്ത ഒരു പാരമ്പര്യം ഇവിടെയുണ്ട്. അവരുടെ പിന്മുറക്കാർ അവരെ അവിടെ ഭിന്നിപ്പിക്കാനായിട്ട് പോലും ആദ്യ സമയത്ത് നീക്കം നടത്തിയില്ലേ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന NGTയിലും കേസിനും ഒക്കെ പോകുന്ന ആളുകൾ തെറ്റായ വിവരം നൽകി അവരെ പഠിപ്പിച്ചു. അവരുടെ തൊഴിൽ നഷ്ടപ്പെടും, കടൽ കയറും എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി അവരെ സ്പ്ലിറ്റ് ചെയ്യിച്ചു. പക്ഷെ അവസാനം അവരും തെറ്റ് മനസ്സിലാക്കി. ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ ദിവസം അവർ തുറമുടക്കി സെക്രട്ടേറിയറ്റിൽ വന്നു. അപ്പോൾ എല്ലാ കാലത്തും ജനങ്ങളെ മണ്ടന്മാരാക്കാൻ പറ്റത്തില്ല. അവർക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബഹിരാകാശ കേന്ദ്രത്തിന് വേണ്ടി സ്വന്തം പള്ളിയും പ്രാർത്ഥനയും ഒക്കെ വിട്ടുകൊടുത്ത ആളുകളാണ്. അപ്പോൾ വികസനത്തിന് വേണ്ടി, നാടിന് വേണ്ടി, അവരുടെ മക്കളെങ്കിലും രക്ഷപ്പെടുവാനുള്ള ആ ഒരു വികാരത്തിൻ്റെ പേരിൽ അവരിന്ന് എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. എനിക്കറിയാവുന്നൊരു സുഹൃത്ത് പറഞ്ഞത് 18 സെൻറ്റ് സ്ഥലവും വീടും ഞാൻ വിഴിഞ്ഞത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ റെഡിയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. ജനങ്ങൾ അവരുടെ വീടും സ്ഥലവും വിട്ടുകൊടുത്തുകൊണ്ടൊരു പദ്ധതിയെ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവില്ല. സിംഗൂറിൽ വെടിവയ്പ്പായിരുന്നു അല്ലേ? അതെ. ഇവിടെ കുടിയൊഴിപ്പിക്കലായിരുന്നില്ലേ? വല്ലാർപാടത്ത് പ്രശ്നം ഉണ്ടായില്ലേ? വിഴിഞ്ഞത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അവരുടെ കോമ്പൻസേഷനെ സംബന്ധിച്ച് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ചിലർ ഇളക്കി വിട്ടതല്ലാതെ ജനങ്ങൾ അമ്പലവും പള്ളിയും വരെ അവിടെ കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ അത്തരം പാരമ്പര്യമുള്ള ജനങ്ങൾ ആ പാരമ്പര്യത്തിൽ ഇന്ന് ഉറച്ചു നിന്നുകൊണ്ട് പദ്ധതിക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും ഗവൺമെൻറ് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഈ രഹസ്യ അജണ്ട വെളിവാക്കുന്നത്. ഈ വിഴിഞ്ഞത്തിന് മറ്റു തുറമുഖങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് 24 മീറ്റർ ആഴം, ഇങ്ങനെയൊക്കെയുള്ള ചില, അതൊക്കെ എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? കാരണം ഒരു തുറമുഖത്തിനും ഇല്ലാത്തതാണ്, പ്രകൃതിദത്തമായ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ യേശുദാസ് പോലും പറയുകയും ചെയ്തു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഗേറ്റ് വേ ഓഫ് ഏഷ്യ. നമ്മളെ തിരുത്താം, ഗേറ്റ് വേ ഓഫ് വേൾഡ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. മൻമോഹൻ സിംഗ് പറഞ്ഞ പോലെയല്ല. ഇതിൻ്റെ 2-3 ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഒന്ന് 24 മീറ്റർ ആഴം, വളരെ ക്രൂഷ്യലാണത്. അത് സ്വാഭാവിക ഒരു ഡ്രഡ്ജിങ്ങും ആവശ്യമില്ല. അത് ഇന്ന് ഓടിച്ചു കയറ്റാം. കൊച്ചി കിട്ടുന്ന എത്രയാണ്? കൊച്ചിക്ക് 9 മീറ്റർ ഡ്രഡ്ജ് ചെയ്ത് അവരൊരു 10, 11, 12 ആക്കി വെക്കുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോൾ അത് പിന്നെയും വന്ന് നിറയും. വേമ്പനാട് കായലിൽ നിന്ന് ചെളി വന്ന് അത് പിന്നെയും അടിക്കും. പിറ്റേ ദിവസം വീണ്ടും തുടങ്ങണം.
അത് എല്ലാ അഴിമുഖങ്ങളിലും ഉണ്ടാകാം. അപ്പോൾ അതിന് ഇരട്ടി ചെലവുണ്ടാവുകയാണ്. ഡെയിലി ഡ്രഡ്ജിങ് കോസ്റ്റാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്, അവർ കടമെടുത്ത് ശമ്പളം കൊടുക്കേണ്ട അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഡ്രഡ്ജ് ചെയ്യാൻ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. ഡ്രഡ്ജിങ്ങിൻ്റെ ഡെയിലി ചുമതല ഉണ്ടായിരുന്ന ആൾ എന്നോട് പറഞ്ഞ് ഡെയിലി മുറ്റം അടിക്കുന്ന പോലെയാണ്. രാവിലെ പൈസ കൊടുത്തില്ലെങ്കിൽ ഈ മുറ്റം അടി നടക്കില്ല, കപ്പൽ കയറത്തില്ല, ദിവസം കൊടുക്കണം പൈസ. ഇവിടെ 24 മീറ്റർ ആഴമുണ്ട്. ദാറ്റ് ഈസ് 360 ആവശ്യം വരും ഇല്ല. കാരണം നമ്മൾ നദീമുഖത്തല്ല, നമുക്കൊരു ക്ലിഫുണ്ട്. ഈ ക്ലിഫിൻ്റെ തുടർച്ചയായിട്ടാണ് വിഴിഞ്ഞത്തിൻ്റെ ആഴം വരുന്നത്. അത് ചരിത്രപരമായി നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. രണ്ട്, ഈ ആഴത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന പ്രോക്സിമിറ്റി. കപ്പൽ പാത 10 നോട്ടിക്കൽ മൈൽ അകലെ കൂടിയാണ്. 10 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ 18.5 കിലോമീറ്റർ. കൃത്യമായി പറഞ്ഞാൽ 1.8 കിലോമീറ്ററാണ് ഒരു നോട്ടിക്കൽ മൈൽ. അങ്ങനെ ഒരു 10-20 കിലോമീറ്ററിന് ഇപ്പുറത്തു കൂടെയാണ് വേൾഡ് ട്രാഫിക് കടന്നു പോകുന്നത്. ഇനി ലിറ്ററൽ ഡ്രിഫ്റ്റ്, അടിയൊഴുക്കില്ല, ഉറച്ച പാറയല്ല, നമ്മുടെ ലാറ്ററൈറ്റ് ആണ്. അപ്പോൾ ഒരു കല്ല് കൊണ്ടിട്ടാൽ, ഈ ബ്രേക്ക് വാട്ടറിന് വേണ്ടി ഒരു കല്ലിട്ടാൽ താഴ്ന്നു പോകത്തില്ല. ലോകം മുഴുവൻ എന്താ സംഭവിക്കുക? ഒരു കല്ലും അതൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓരോ വർഷവും അതിൻ്റെ പുറത്ത് വീണ്ടും കല്ലിട്ടില്ലെങ്കിൽ ഈ ബ്രേക്ക് വാട്ടർ താന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് ഇവിടെ അതല്ല, ഇവിടെ ചെളിയാണ്. ഉറച്ച ചെളിയായത് കാരണം ഈ പറയുന്ന ലാറ്ററൈറ്റ് ബേസ് ഇടുന്ന ബ്രേക്ക് വാട്ടറിനെ കാര്യമായ മാറ്റം ഉണ്ടാക്കാതെ നിലനിർത്തും. പിന്നെ വേലിയേറ്റം വേലിയിറക്കം തമ്മിലുള്ള വ്യത്യാസം 1/2 മീറ്ററാണ്. എന്നോട് കപ്പലിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞു, നെഞ്ചിടിപ്പോടെയാണ് ഓരോ തുറമുഖങ്ങളിൽ പോകുന്നത്. കാര്യം ഇത്ര മണിക്ക് മുമ്പ് അവിടെ കപ്പൽ എത്തിയില്ലെങ്കിൽ വെള്ളം താന്നു പോകും, കപ്പലിന് കയറാൻ പറ്റില്ല. പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു $65,000 കപ്പലിൻ്റെ വാടക. തകർന്നു പോവർ. അത്ര ടെൻഷൻ എടുത്താണ് പല തുറമുഖങ്ങളിലോട്ടും ഈ കപ്പൽ ക്യാപ്റ്റന്മാരും ഫസ്റ്റ് എഞ്ചിനീയേഴ്സും ഒക്കെ അവരുടെ കപ്പൽ കൊണ്ട് ഓടുന്നത്. വിഴിഞ്ഞത്ത് എപ്പോൾ വേണമെങ്കിലും 24 മീറ്റർ 24 hours 24/7 24 മീറ്റർ ആഴം മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഒടയതമ്പുരാൻ. ഇങ്ങനെ വേറെ ആർക്കുമില്ലാത്ത. ഇനി നമ്മുടെ ശ്രീലങ്കയിലോട്ട് പോകുമ്പോൾ കപ്പലിനെ കൊണ്ട് കറക്കുമെന്നാണ് പറയുന്നത്. ഈ പാക് സ്ട്രൈറ്റിലോട്ടുള്ള ഒഴുക്ക്, അവിടെ ആങ്കർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കപ്പലിന് ആങ്കർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒഴുക്ക് കാരണം പലരും ശ്രീലങ്ക ഒഴിവാക്കി ഈ ബങ്കറിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് ശ്രീലങ്ക പ്രിഫർ ചെയ്യത്തില്ല, നേരെ സിംഗപ്പൂരിലോട്ട് പോകുന്നു. അക്കാര്യവുമായി കമ്പയർ ചെയ്യുമ്പോൾ വിഴിഞ്ഞ ശാന്തസമുദ്രമാണ്. ഇത്രയും സമാധാനപരമായി വന്ന് കപ്പൽ ഓടിച്ച് ആങ്കർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വേറൊരു ലൊക്കേഷനും വളരെ അപൂർവമാണ്. അപ്പോൾ ഇന്ന് ലോകത്തുണ്ടാകുന്ന ഇത്തരം ഫീച്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിഴിഞ്ഞം ഐഡിയൽ ലൊക്കേഷനാണ്. ഏറ്റവും അനുകൂലം എന്ന് പറയുന്നത് അവർക്കിതിലെ പാസ് ചെയ്യുമ്പോൾ ഈ പച്ചപ്പ് കാണാവുന്നതാണ്, ഗ്രീൻ. ഓരോ കപ്പൽ സെയിലറിൻ്റെയും സ്വപ്നമാണ്, ആഗ്രഹമാണ് പരമാവധി ഗ്രീൻ കണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ലൈഫ്. ഉൾക്കടലിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു വേദന മനസ്സിലാവുള്ളൂ, ആ ഒറ്റപ്പെടലും ഭീതിയും ഇതൊക്കെ മാറുന്നത് നമ്മുടെ തീരത്തൂടെ വരുമ്പോഴാണ്. ഈവൻ ഇന്ത്യയിലോട്ട് മൊബൈലിൽ സംസാരിക്കാൻ പറ്റുന്ന സിഗ്നൽ പോലും കിട്ടുന്നത് വിഴിഞ്ഞം പരിസരത്തെത്തുമ്പോഴാണ്. ഇങ്ങനെ നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ മറ്റൊരു പോർട്ടിനുമില്ലാത്ത സൗകര്യങ്ങൾ ഇന്ത്യക്കുണ്ട്, വിഴിഞ്ഞത്തിനുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് ബേസ് കാർഗോ. ഇത് ദുബായ്ക്ക് പോർട്ടുണ്ട്, സിംഗപ്പൂരിന് ഏറ്റവും ഐഡിയൽ സിംഗപ്പൂർ പോർട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ സിംഗപ്പൂരിന് കാർഗോ ഇല്ല. എത്രയാണ് പോപ്പുലേഷൻ? 4 ലക്ഷം. ആരെന്ത് വാങ്ങിച്ച് കഴിക്കാനാണ് അവിടെ? ഇവിടെ 120 കോടി ജനത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വലിയ ഹ്യൂജ് ഇക്കോണമി കിടക്കുമ്പോൾ ഷിപ്പിങ്ങിന് ഈ പറയുന്ന ബേസ് കാർഗോ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ഫാക്ടറാണ്. അപ്പോൾ ലോകത്ത് തന്നെ ഒരു പക്ഷേ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈന ഈ പറയുന്ന ലോജിസ്റ്റിക്സ് സെൻറ്ററിലല്ല, അവിടെയും ചൈന ഔട്ടാവുകയും നമ്മൾ 1ാം സ്ഥാനത്തെത്തുകയും ചെയ്യുകയാണ്. ലോകത്തിൻ്റെ ലോജിസ്റ്റിക്സ് സെൻറ്ററായിട്ട് വിഴിഞ്ഞം മാറുമ്പോൾ നമുക്ക് ബേസ് കാർഗോയും ഉണ്ട്, സിംഗപ്പൂരിന് കാർഗോ ഇല്ല. ചൈനയ്ക്ക് കാർഗോയുണ്ട്, പക്ഷേ ജിയോഗ്രഫിക്കലി ഡിസഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് എടുത്ത് നോക്കുക. ഡ്രാഫ്റ്റ് മാത്രമല്ല, പ്രോക്സിമിറ്റി മാത്രമല്ല, കാർഗോ, ലിറ്ററൽ ഡ്രിഫ്റ്റ്, വേലിയേറ്റം, വേലിയിറക്കം തുടങ്ങി ഈ സെക്ടറിൽ നിൽക്കുന്ന ആളുകൾ എണ്ണി പറയുന്ന ഒരുപാട് അഡ്വാൻറ്റേജ്. ശാന്തസമുദ്രം, ഒഴുക്ക്, കാറ്റ്. നമുക്ക് കാറ്റനുഭവപ്പെടുന്നത് വർഷത്തിൽ 1 മാസം. ആ ദിവസം എടുത്തു കഴിഞ്ഞാൽ എണ്ണിയെടുക്കാൻ പറ്റും. അതൊരിക്കലും സുനാമി പോലെയോ അല്ലെങ്കിൽ പസഫിക്കിൽ അടിക്കുന്ന പോലെയുള്ള കാറ്റല്ല. വളരെ മിതമായ ദിവസങ്ങളിൽ കുറച്ച് കാറ്റുണ്ട്. അതൊഴിച്ചാൽ 360 ദിവസവും ഷിപ്പിങ്ങിന് അനുയോജ്യമായ മേഖലയിലാണ് വിഴിഞ്ഞം പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു സൗഭാഗ്യമാണ്. ഇത് മനുഷ്യ സൃഷ്ടി കൊണ്ട് സാധ്യമല്ല. ആഴം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ പ്രോക്സിമിറ്റി ഇതൊന്നും മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്നതല്ല. ഇതൊക്കെ ദൈവീകമാണ്, പ്രകൃതിദത്തമാണ്. ഈ അർത്ഥത്തിൽ നമ്മൾ അഹങ്കാരികളാണ്.
ഇത്രയും ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിട്ടും അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ, പണ്ട് ബൈബിളിലുണ്ട് ഈ സോദോം ഗോമോറ എന്ന് പറയുന്ന 2 പ്രദേശങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. തീമഴ പെയ്യിക്കും. കേരളത്തിൽ തീമഴ പെയ്യാൻ പോവുകയാണ്. അത് 2016 മെയ് മാസം തീമഴ പെയ്തിരിക്കും. ഈ ഇത്ര അനുകൂലമായ ഘടകം മുതലാക്കിയെടുക്കാനായിട്ട് ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ ഒരു MP മാറി മാറി വരുന്ന അതൊരു കഴിവുകളല്ലേ. പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വിളിച്ചു പറയുന്നത് വിഴിഞ്ഞം, ഹൈക്കോടതി ബെഞ്ച് വെറും പരിഹാസ്യമായി മാറി അല്ലേ. അക്കൂട്ടത്തിൽ അതുപോലെ ഒന്നായി തീരുകയാണല്ലേ വിഴിഞ്ഞത്തിൻ്റെ കാര്യവും. MP എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ വേറെയാണ്. അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളാണ്, പുതിയ പുതിയ ബന്ധങ്ങളാണ്. എവിടെ നമ്മുടെ MP ഇവിടെ കാണാറുണ്ടോ? ഇവിടെ ഈ ക്രൈസിസ് വന്നല്ലോ, ടെൻഡർ ഓപ്പൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിനൊരു അഭിപ്രായമുണ്ടോ? തിരുവനന്തപുരത്തിൻ്റെ MP ആണോ അദ്ദേഹം? കഴിഞ്ഞ 5 വർഷവും എന്തോ കുറേ ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ച് ആളുകളെ കബളിപ്പിച്ചു എന്നല്ലാതെ ഒരു MP എന്ന് പറയുന്നത് കോർപ്പറേഷൻ കൗൺസിലറല്ല. ലെജിസ്ലേഷൻ, നിയമം നിർമ്മിച്ച് അത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ സാധിച്ചെടുക്കേണ്ട വ്യക്തിയാണ്. ഞാൻ വോട്ട് ചെയ്ത വ്യക്തിയാണ് കഴിഞ്ഞ ടേമിൽ. അദ്ദേഹത്തിന് വേണ്ടി പലരോടും ഇറങ്ങി നടന്ന് പ്രസംഗിച്ചില്ലെങ്കിലും ശശി തരൂരിന് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ വോട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം വളരെ ദയനീയമായ പരാജയമായിരുന്നു. വൻകിട പ്രോജക്റ്റുകൾ ഓരോ MP-മാരും അതാത് പ്രദേശങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ തിരുവനന്തപുരത്ത് ഒന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല കബളിപ്പിക്കുകയും ചെയ്യുന്നു. ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി അദ്ദേഹം ബില്ല് അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ബില്ല് പരാജയപ്പെടാൻ കാര്യം എന്താ? പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം അച്ചടിച്ചിറക്കി. പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയത് കാരണം ഹൈക്കോടതി ബെഞ്ചിൻ്റെ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പറ്റിയില്ല. സത്യം എന്തായിരുന്നു? 2ാം തവണ ഇദ്ദേഹം മന്ത്രിയായപ്പോൾ അവർ തന്നെ ബില്ല് വലിച്ചു കയറി കളഞ്ഞു. ഈ സത്യസന്ധമായ മറുപടി, വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ആത്മാർത്ഥത പോലും നമ്മുടെ MP-ക്കില്ല. പിന്നെ എന്ത് ചെയ്യാം? നമ്മുടെ ജനങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് അവസരം കൊടുത്തു. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. താങ്കളെ പോലുള്ളവരെ ഇപ്പോഴും ഈ സമരമുഖത്ത് നിൽക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കി അത് ഉണ്ടായിക്കാണുന്ന ഒരു കാലം അത്ര വിദൂരമല്ലായിരിക്കാം അല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏക അജണ്ടയാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കും. കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഏറ്റുമുട്ടുന്ന ശക്തികളുടെ വലുപ്പവും സ്വാധീനവും ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഒരു മത്സരമാണ്. അവസാനം ആര് ജയിക്കുമെന്ന് ചരിത്രത്തിൽ പലതവണ തെളിയിച്ചിട്ടുണ്ട്. വൈകുമായിരിക്കും, പലപ്പോഴും ഇത് വൈകിക്കാനും ഒക്കെ പറ്റും. പക്ഷെ അന്തിമ വിജയം വിഴിഞ്ഞത്തിനാണ്, തിരുവനന്തപുരത്തുകാർക്കാണ്, കേരളീയർക്കാണ്, ഇന്ത്യക്കാർക്കാണ്. ആ ഒരു വിജയത്തിന് വേണ്ടിയുള്ള അഹോരാത്രമായ ഊണിലും ഉറക്കത്തിലും ഞങ്ങളുടെ വിഷയം ഇത് മാത്രമാണ്. ഞങ്ങൾ മറ്റു വിഷയങ്ങൾ, തിരുവനന്തപുരത്ത് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, ഞങ്ങൾ അതൊന്നും എടുക്കാറില്ല. കാരണം ഇത് വരുന്നതോടെ ഇപ്പോൾ ഹൈക്കോടതി ബെഞ്ച് പോലും ഞാൻ ആക്റ്റീവായി അതിൻ്റെ സമരമുഖത്തില്ലാത്ത ആളാണ്. ഞാൻ പറയുന്നത് വിഴിഞ്ഞം പദ്ധതി വരുന്നതോടുകൂടി സുപ്രീം കോടതി ബെഞ്ചാണ് തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത്. പിന്നെ എന്തിനാ ഒരു ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി നമ്മൾ സമരം ചെയ്യുന്നത്? വിഴിഞ്ഞം വരുന്നതോടുകൂടി IIT തിരുവനന്തപുരത്ത് വരും. വിഴിഞ്ഞം വരുന്നതോടുകൂടി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇന്ന് ഇൻ്റർനാഷണൽ എന്ന പേരിന് മാത്രമേ ഉള്ളൂ, റിയൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരത്ത് വരും. അങ്ങനെ ലോകോത്തരമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒരു മാഗ്നറ്റ് വെച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. തിരുവനന്തപുരം മാത്രമല്ല, അന്യ ജില്ലകളും അടുത്ത ജില്ലകളിലുമൊക്കെ ഈ വികസനം കൊണ്ടുവരാൻ പറ്റുന്നതാണെന്ന് ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ ഒരു മായവും ചേർക്കുന്നില്ല, ഒരു താമസവും വരുത്തുന്നില്ല, ഒട്ടും ലഘൂകരിക്കുന്നില്ല. കിട്ടാവുന്ന എല്ലാ ഫോറങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നു, എല്ലാ സമര മാർഗങ്ങളും സ്വീകരിക്കുന്നു. ഇത് കൊണ്ടുവരുന്നത് വരെ അക്ഷീണമായ പ്രവർത്തനം തുടരുകയും ചെയ്യും. ഈ പ്രധാനമന്ത്രിയെ കാണാനുള്ള ശ്രമം തുടരുമോ താങ്കൾ? തീർച്ചയായിട്ടും. ഞാൻ ഓരോ ദിവസവും കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 200. ഇന്ന് ഒരുപക്ഷെ മോഡിക്ക് അറിയില്ലായിരിക്കും മോഡി അധികാരത്തിൽ എത്ര ദിവസമായെന്ന്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന് ഒരുപക്ഷെ 274 ദിവസമായി കാണും. ഞാൻ 273 കത്തും അയച്ചു. ഇനി ഇന്നത്തെ കത്ത് ഇന്ന് എഴുതണം. ഞാൻ ചോദിക്കുന്ന ഒരു അപ്പോയിൻമെൻറ്റ്, എനിക്ക് മനസ്സിലാവാത്തത് ഇത് ജനാധിപത്യമാണ്. മോഡിയും എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്ന ഒരു വ്യക്തിയാണ്. പല ഘട്ടങ്ങളിലൂടെ അദ്ദേഹം ഈ പദവിയിലെത്തി. ഒരു മനുഷ്യൻ, അയാളൊരു എന്നെ വട്ടനെന്ന് പറയുന്നത് പോലെ ഞാൻ അംഗീകരിക്കുന്നു, എനിക്ക് വട്ട് തന്നെ എന്ന് വിചാരിച്ചോളൂ. ഒരു മനുഷ്യൻ 270 കത്തയക്കുകയാണ് ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി. തരാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മറുപടി അയക്കാം. ഇത് ഇങ്ങനെ വ്യക്തികൾക്ക് കാണാൻ പറ്റുന്ന ആളല്ല പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. ദയവേത് നിങ്ങൾ തുടർന്ന് കത്തയക്കണ്ട. നിങ്ങളുടെ പൈസ 50 പൈസ ഞാൻ പോസ്റ്റ് കാർഡിൽ അയക്കുന്നത്, 50 പൈസ നിങ്ങൾ കളയണ്ട എന്ന് പറഞ്ഞൊരു മറുപടി തരാം. ഇദ്ദേഹം ആദ്യം സ്വയറിംഗ് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ഒരുപക്ഷെ കിട്ടിയത് ഞങ്ങളുടെ കത്തായിരിക്കും. ദാറ്റ് വാസ് രജിസ്റ്റേർഡ്. ഒരു മറുപടിയില്ല. രജിസ്റ്റേർഡ് കത്ത് പ്രൈം മിനിസ്റ്ററിന് കിട്ടിയാൽ എക്നോളജ്മെൻറ്റ് കാർഡെങ്കിലും വരണ്ടേ? അതും മുക്കി. അപ്പോൾ ഇത് വിഴിഞ്ഞത്തിനെതിരെയുള്ള അട്ടിമറി അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വെദർ ഇറ്റ് ഈസ് മൻമോഹൻ സിംഗ്, വെദർ ഇറ്റ് ഈസ് സോണിയാഗാന്ധി, വെദർ ഇറ്റ് ഈസ് മോഡി, വെദർ ഇറ്റ് ഈസ് കെജ്രിവാൾ, ആര് വന്നാലും ഇതിൻ്റെ ഒരു ബ്യൂറോക്രസി സെറ്റപ്പ് ഉണ്ട്.
അതിനൊരു മാറ്റവും വരുന്നില്ല. അവിടെയാണ് വിഴിഞ്ഞത്തിനെ എതിർക്കുന്ന ആളുകൾ പിടിമുറുക്കിയിരിക്കുന്നത്. വെൻ യു ക്യാൻ ടച്ച് ദാറ്റ് സിസ്റ്റം ദെൻ യു വിൽ അച്ചീവ് ഇറ്റ്. അതർവൈസ് ഈ പറയുന്ന സ്ട്രഗിൾസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ അത് തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ മർമ്മത്തിലടിക്കാൻ പറ്റുന്ന സമീപനത്തിലോട്ട് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എല്ലാവിധ ആശംസകളും. ഇത്രയേ ഉള്ളൂ. തുറന്നതിന് വളരെ നന്ദി. നമസ്കാരം. താങ്ക് യു. നന്ദി. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും എൻ്റെ നന്ദി. വിഴിഞ്ഞത്തിന് വേണ്ടി അവരുടെ സമയം, അവരുടെ എനർജി, അവരുടെ ചിന്ത, അവരുടെ അഭിപ്രായങ്ങൾ, ഇപ്പം ഞങ്ങൾ പറയുന്ന മുഴുവൻ പൂർണ്ണമായും ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്താം, ഗൈഡ് ചെയ്യാം. പ്രേക്ഷകർ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. ഇപ്പം ഞങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ രണ്ടുപേരും പറയുന്നത് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചു പറയാൻ അവസരമില്ലാത്തതുകൊണ്ട് അവരെ അവഗണിക്കരുത്. അവരുടെ അഭിപ്രായങ്ങൾ ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള അഭിപ്രായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് അറിയിക്കാൻ പറ്റുന്ന മാർഗത്തിലൂടെ അറിയിക്കണമെന്നുള്ള അപേക്ഷയോടെ ഈ അവസരം ഒരുക്കി തന്ന ACBയോട് എനിക്കുള്ള നന്ദിയും രേഖപ്പെടുത്തും.